SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അദ്ദേഹം ഭയക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ്. ഈ സമയം വരെ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തരുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ആവർത്തിച്ച് ചോദിച്ചത് ഞാൻ എന്തിന് ഈ ക്രിമിനലുകൾക്ക് മറുപടി കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അല്ലെങ്കിൽ ഈ സമരത്തിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ളത് ഈ സംസ്ഥാനത്തിനകത്തെ വിദ്യാർത്ഥികളാണ്. അദ്ദേഹം ചാൻസലറായിരിക്കുന്ന സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് അദ്ദേഹം മറുപടി തന്നേ തീരും. ഞങ്ങൾക്കെന്നല്ല, കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും ചോദ്യത്തിനും മറുപടി തരുന്നതിനു വേണ്ടിയുള്ള ബാധ്യസ്ഥത കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർക്കുണ്ട്. അദ്ദേഹം ഈ വിവിധ സെനറ്റുകളിലേക്ക് നടത്തിയിട്ടുള്ള നോമിനേഷൻ ചാൻസലർ എന്ന പദവിക്കകത്തിരുന്നു കൊണ്ടാണ്. ചാൻസലറാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ചാൻസലർ പദവിയിൽ അദ്ദേഹത്തെ ഇരുത്തിയിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ പാസാക്കിയിട്ടുള്ള സർവകലാശാല ആക്ട് പ്രകാരമാണ് സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഇരിക്കുന്നത്. അങ്ങനെ കേരള നിയമസഭ പാസാക്കിയ ആക്ട് പ്രകാരം സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലിരുന്ന് ആ പദവിയിലിരുന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് പോലെ കാവ്യവൽക്കരണ ഇടപെടലുകൾ, ആ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിനകത്ത് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടുന്നത് രാജ്ഭവനകത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് രാജാവാണ് താൻ എന്ന ധാരണയാണ് അദ്ദേഹത്തിന്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിനകത്ത്, ജനാധിപത്യ കേരളത്തിനകത്ത് ജനാധിപത്യ ചോദ്യങ്ങൾ ഉയരും, ജനാധിപത്യ സമരങ്ങൾ ഉയരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. മറുപടി പറയിക്കും എന്നുള്ളതാണ് കേരളത്തിന്റെ സമരചരിത്രം. ഈ ഗവർണർ വന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സമരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഗവർണർ ചോദിച്ച ചോദ്യം, എവിടെ ഞാൻ വരുന്ന വഴിക്ക് എവിടെയും പ്രതിഷേധം കണ്ടില്ലല്ലോ, ഒരു SFIക്കാരെയും കണ്ടില്ലെന്നുള്ള തരത്തിലാണ് അദ്ദേഹം പരാമർശിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ സമരം നടന്നായിട്ട് അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അല്ല, അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണവും ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ പലയാവർത്തി പറഞ്ഞു. ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ചാൻസലർ പദവിയിലിരിക്കുന്ന ആളുമായാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഘട്ടമെത്തുമ്പോൾ ചാൻസലറുടെ പോയിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ചില തമാശ ചിത്രങ്ങളിലെ നാലാംകിട ഗുണ്ടാ കഥാപാത്രങ്ങൾ പോലെ തമാശ കഥാപാത്രമായിട്ട് അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ഇന്ന് ഈ ക്യാമ്പസിനകത്ത് ഇന്നലെ മുതൽ 4 ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഫോഴ്സുണ്ട്. 4 ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഫോഴ്സിന്റെ ആയിരക്കണക്കിന് പോലീസുകാരുടെ നടുക്ക് നിന്നാണ് ഇദ്ദേഹം ഈ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ വന്ന് അടിക്കുക, നിങ്ങൾ എന്നെ വന്ന് ആക്രമിക്കുക, എന്നെ അടിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ ഒരു പോലീസിന്റെയും സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു പോലീസിന്റെയും സംരക്ഷണ കവചമില്ലാതെ ബഹുമാനപ്പെട്ട ചാൻസലർ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഒരു കല്ലും ഞങ്ങൾ എറിയില്ല. അദ്ദേഹത്തെ ഒരു തരത്തിലും ഞങ്ങൾ ആക്രമിക്കില്ല. ഞങ്ങളുടെ സമരം ജനാധിപത്യപരമായിരിക്കും. ഞങ്ങളൊരു അക്രമത്തിനും നേതൃത്വം കൊടുക്കുന്ന ആളുകളല്ല. അപ്പൊ ഇദ്ദേഹം എന്തോ മറ്റേ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വന്നിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്താ പറയാ മല്ലുയുദ്ധത്തിന് വന്നിരിക്കുന്നത് പോലെ യുദ്ധപ്രഖ്യാപനം നടത്തി ഞാനങ്ങ് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ശരീരഭാഷയോടെയാണ് അദ്ദേഹം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്. ഞങ്ങളുടെ ചോദ്യങ്ങൾ രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. ഞങ്ങളുടെ സമരം രാഷ്ട്രീയ സമരമാണ്. ആ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ സമരം കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്ന സർവകലാശാലകൾ, കലാലയങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങളാകരുത് എന്ന നിലപാടുള്ള മുഴുവൻ മനുഷ്യരും ഞങ്ങളുടെ സമരത്തോടൊപ്പമുണ്ട്. ആ സമരം ഞങ്ങൾ കരുത്തോടെ തുടരും. ഈ SFIക്കാരടങ്ങി ഓടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാറിൽ വന്നപ്പോൾ കരിങ്കൊടിയുമായി വന്നു, ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ സമരം കണ്ടുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളൊക്കെ തന്നെ സമരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ സമരത്തെ സംബന്ധിച്ച് ഏത് നിലയിലാണ് സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങൾ വഴി പൊതുസമൂഹത്തെയും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജനങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ നിലയിൽ തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഇദ്ദേഹം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഇന്നലെ അദ്ദേഹത്തിന് നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു, എങ്ങനെയും സമരക്കാർക്കിടയിലേക്ക് ഇറങ്ങുക, ഏതെങ്കിലും പ്രകോപനം സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും സമരത്തെ അക്രമാസക്തമാക്കി മാറ്റുക. ആ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ ശ്രമം നടന്നില്ല. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പൊ ഇന്ന് നമ്മൾ കണ്ടത്. ക്യാമ്പസിനകത്തൂടെ നടത്തിയിട്ടുള്ള ഷോ ഓഫ് നമ്മൾ കണ്ടത് അതിന്റെ തുടർച്ചയാണ്. ഇദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നത് പോലെ അദ്ദേഹത്തെ ആക്രമിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ അജണ്ട. ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട.
ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ഷോ വർക്കിന് അല്ലെങ്കിൽ കീലേരി അച്ചു നിലവാരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾക്കോ കമന്റുകൾക്കോ മറുപടി പറയുന്നൊരു നിലവാരത്തിലേക്ക് എന്ത് തന്നെയാണെങ്കിലും ഇറങ്ങുന്നതിന് വേണ്ടി SFI ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഏറ്റവും ശക്തമായി ഞങ്ങളുടെ സമരം തുടരും. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ സോഷ്യൽ മീഡിയയിൽ വഴി ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഈ KSUക്കാർക്കൊക്കെ പോലീസ് ക്രൂരമായ മർദ്ദനം ഏൽക്കുമ്പോൾ ഈ ആർഷോ അടക്കമുള്ള നേതാക്കന്മാരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന വീഡിയോ അടക്കം പങ്കുവച്ചിട്ടാണ് പ്രചാരണം നടത്തുന്നത്. അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരം രീതിയിലാണ് നടത്തിയത്. പോലീസുകാർ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ രീതിയൊക്കെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നടന്നത് യഥാർത്ഥത്തിൽ? ഇന്നലെ ഞങ്ങളുടെ സമരം ആരംഭിച്ച് ആദ്യം ക്യാമ്പസിനകത്ത് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന നിലയുണ്ടായിരുന്നു. 1 മണിക്കൂറിന് മുകളിൽ സമയമെടുത്ത് പോലീസിനെ സംബന്ധിച്ച് സമരത്തിനുണ്ടായിരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടി. അതിനുശേഷവും ഞങ്ങളുടെ സമരം ഞങ്ങൾ തുടർന്നു. ഏത് നിലയിലാണ് SFIയുടെ സമരസഖാക്കൾക്ക് നേരെ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ നിരവധി സഖാക്കൾക്ക് അതിക്രൂരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് തലപൊട്ടി ചോരയൊലിച്ചുകൊണ്ടിരിക്കുന്ന SFI സഖാക്കളുടെ ദൃശ്യങ്ങൾ നിങ്ങളുടെ ചാനലുകളിലൂടെ തന്നെ പൊതുസമൂഹത്തിലേക്ക് എത്തിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള സഖാക്കൾക്കടക്കം വലിയ പരിക്കേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ തരത്തിലുള്ള ഇപ്പോ പോലീസ് നടപടിയാണെങ്കിലും നിയമ നടപടിയാണെങ്കിലും അത് അതിന്റെ ഏറ്റവും രൂക്ഷമായ നിലയിൽ തന്നെ ഉണ്ടാകും എന്ന നല്ല ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിനിറങ്ങുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഏത് അക്രമം ഉണ്ടായാലും ഏത് തരത്തിലുള്ള ഫോഴ്സ് ഉപയോഗപ്പെടുത്തിയാലും ഞങ്ങളുടെ സമര മുദ്രാവാക്യത്തിൽ നിന്ന് പുറകോട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒന്നാമത്തെ നിലപാട്. 2, നിലവിൽ കേരളത്തിനകത്ത് യൂത്ത് കോൺഗ്രസും KSUവും നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് ആക്ഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അയ്യോ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു പോകുന്ന ഒരു നില എന്തായാലും ഞങ്ങൾ സ്വീകരിക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ സമരമുഖങ്ങളിലൂടെ സഞ്ചരിച്ച സംഘടനയാണ് SFI. നമുക്കറിയാം കോഴിക്കോട് ജില്ലക്കകത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, SFIയുടെ സമരത്തിന് നേരെ UDF ഭരണകാലത്ത് SFIയുടെ സമരത്തിന് നേരെ പോലീസ് വെടിയുതിർത്ത അനുഭവം കാഴ്ച നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും. ആ നിലയിൽ തന്നെ SFI സമരങ്ങളെ കഴിഞ്ഞ UDF മിനിസ്ട്രിയുടെ സമയത്ത് എങ്ങനെയായിരുന്നു നേരിട്ടത് എന്നുള്ളത് നമ്മുടെ മുൻപിൽ അനുഭവമുണ്ട്. പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പാഠപുസ്തകം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത SFI പ്രവർത്തകർക്ക് നേരെ ഇലക്ട്രിക് ലാത്തി പ്രയോഗിച്ച ആഭ്യന്തര വകുപ്പ് ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. അതേപോലെ തന്നെ സമരം നടക്കുന്ന പ്രവർത്തകരുടെ തലയടിച്ച് പൊളിക്കുന്ന ഇതിനു മുൻപ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് P. ബിജുവിന്റെ ഒരു ചിത്രപ്പഴും സഖാവ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. എന്നിരുന്നാലും നമ്മുടെയൊക്കെ ഓർമ്മകളിലേക്ക് കടന്നു വരും ഏത് നിലയിലാണ് സഖാവിനെയൊക്കെ ആക്രമിച്ചെന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഗീനാകുമാരിയുമായി ബന്ധപ്പെട്ട് ഈ SFIയുടെ മുൻകാല നേതാവായിരുന്ന ഗീനാകുമാരിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്താണ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു. അന്ന് സഖാവിനെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുന്ന ഒരു സാഹചര്യം എത്തുമ്പോഴേക്കും ആ മുൻകാല SFI പ്രവർത്തകരെ കാണാൻ വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയൊക്കെ. അപ്പൊ അങ്ങനെ വിദ്യാർത്ഥി സമരങ്ങളെ അതിക്രൂരമായി ആക്രമിച്ചൊതുക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കേരളം ഒരുപാട് മാറി എന്നുള്ളതിന്റെ വസ്തുത കൂടി നമ്മുടെ മുൻപിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഏതു തരത്തിലുള്ള പോലീസ് ആക്ഷൻ ഉണ്ടായാലും ഏത് തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടി ഉണ്ടായാലും അതിനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് വിരുദ്ധമായി യൂണിവേഴ്സിറ്റി സെനറ്റിൽ RSS ABVP പ്രതിനിധികളെ ഉൾപ്പെടുത്തിയതിൽ ഗവർണർ മറുപടി പറയണമെന്ന് ആവർത്തിക്കുകയാണ് SFI. സമരവുമായി മുന്നോട്ടു പോകുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ നിലപാട് വ്യക്തമാക്കുന്നു.